അയ്യപ്പൻ തിരക്കിട്ട ചുമരെഴുത്തിലാണ് സ്വന്തം മത്സര വിജയത്തിനായി. തന്റെ ചുമരെഴുത്ത് പൂർത്തിയാക്കിയിട്ട് വേണം സ്വന്തം മുന്നണിയുടെ മറ്റ് സ്ഥാനാർത്ഥികൾക്കായി ചുമരെഴുതുവാനായിട്ട്. കഴിഞ്ഞ 20 വർഷത്തോളമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന അന്നനാട് സ്വദേശിയായ അയ്യപ്പൻ കാടുകുറ്റി പഞ്ചായത്തിലെ അന്നനാട് 6-ാം വാർഡിലെ CPI സ്ഥാനാർത്ഥിയായി ആദ്യമായി മത്സരിക്കുകയാണ്. സ്ഥാനാർത്ഥി തന്നെ ചുമരെഴുതുന്നത് കാണുവാനും നിരവധി പേർ എത്തിയിരുന്നു. ചുമരെഴുതുന്ന സമയത്തും വോട്ട് അഭ്യർത്ഥിക്കുവാനും അയ്യപ്പൻ മറന്നില്ല. ചിത്രകലയിലാണ് അയ്യപ്പൻ തന്റെ കഴിവുകൾ കൂടുതലായി പ്രകടിപ്പിച്ചിരിക്കുന്നത്. നിരവധി ക്ഷേത്രങ്ങളിലെ ചുമർ ചിത്രകലയിൽ അയ്യപ്പന്റെ കയ്യൊപ്പുകൾ പതിഞ്ഞിട്ടുണ്ട്. സ്വന്തമായിട്ടാണ് ചിത്രരചനാ രംഗത്തേക്ക് വരുന്നത്. ലോക ശ്രദ്ധ നേടിയ കൊച്ചിൻ ബിനാലെയുടെ ഫെസിലിറ്റേറ്ററായി പങ്കെടുക്കുവാനും സാധിച്ചത് ഈ രംഗത്തെ വലിയൊരു അംഗീകാരമായി. അന്നനാട് ഗ്രാമീണ വായനശാലയുടെ കീഴിൽ കുട്ടികളെ ചിത്രരചന പരിശീലിപ്പിക്കുന്നുമുണ്ട്. നാട്ടറിവുകളുടെയും നാടൻ കലകളുടെയും വലിയൊരു പ്രചാരകൻ കൂടിയാണ് അയ്യപ്പൻ. കാടുകുറ്റിയിൽ ഇടമെന്ന പേരിൽ ഒരു ഗ്യാലറിയും നടത്തുന്നുണ്ട്. ഇവിടെ നാടൻ ഉൽപ്പന്നങ്ങൾ, ചിത്രങ്ങൾ, നെയ്ത്തുൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നുണ്ട്. കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ നിരവധി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ചുമരെഴുത്തുകൾ നടത്തിയിട്ടുള്ള അയ്യപ്പൻ ഇത്തവണ സ്വന്തം വിജയത്തിനായി ചുമരെഴുതുകയാണ്. ഇതൊരു വലിയൊരു അനുഭവമാണെന്ന് അയ്യപ്പൻ പറഞ്ഞു. സഹായത്തിനായി സഹോദരൻ കേശവനും മറ്റ് സഹപ്രവർത്തകരും ഒപ്പമുണ്ട്. നാടറിയുന്ന നാട്ടുകാരറിയുന്ന തനിക്ക് വിജയത്തെക്കുറിച്ച് ഭയമില്ലെന്ന് അയ്യപ്പൻ പറഞ്ഞു. ഞാൻ അയ്യപ്പൻ കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അന്നനാട് 6-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. LDF സ്ഥാനാർത്ഥിയായിട്ടാണ്. അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഇതുവരെ ഒരു 20 വർഷക്കാലമായിട്ട് ഞാൻ പെയിൻറ്റിങ്, അതുപോലെ എഴുത്ത്, വരയും ആയിട്ടുള്ള ജോലികളാണ് ചെയ്തു വരുന്നത്. അവസാനം ബിനാലയുടെ ഫെസിലിറ്റേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. പല സ്കൂളുകളിൽ ക്യാമ്പുകൾ ചെയ്യുക, അതായിരുന്നു വർക്ക്. ഇതൊരു പുതിയ അനുഭവമാണ്. അതായത് എൻ്റെ മതത്തിൽ ഞാൻ തന്നെ ഇതുവരെയുള്ള ഇലക്ഷനുകളിൽ ഞാൻ പലർക്കും വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. എനിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ആണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഒരു പുതിയ അനുഭവമാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയും സഹപ്രവർത്തകരും. ഭാര്യ സിന്ധു, മക്കൾ ആത്മിക, അമൃതേഷ്.